നമസ്തേ. ഇന്ന് പുതിയ കാലമാണ്. പുതിയ കാലത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ന്യൂ എർത്ത് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഈ ആധുനിക കാലം അല്ലെങ്കിൽ മോഡേൺ എറ, സയൻറ്റിഫിക് എറ, അങ്ങനെ പല രീതിയിൽ ആളുകൾ പറയുകയാണ്. നമ്മൾ ആധുനികരായിട്ടുള്ള മനുഷ്യരാണ് എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണ് ചെയ്യുന്നത്? അവർ ഉള്ളിലേക്കാണോ നോക്കുന്നത് അതോ പുറത്തേക്കാണോ നോക്കുന്നത്? വേറുള്ള ആളുകളെ നോക്കി അവൻ അല്ലെങ്കിൽ അവൾ എന്നെക്കാളും മുന്നിലാണെങ്കിൽ അവരോട് മത്സരിക്കുക, അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതാകാനായിട്ട് ശ്രമിക്കുക. പുറത്തുള്ള പല മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും കിട്ടണം എന്ന് ആഗ്രഹിക്കുക. അങ്ങനെ കുറേ അധ്വാനിക്കും, കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, കുറേ ടെൻഷൻ അടിക്കും. അതിനൊക്കെ ഒടുവിൽ ഭാഗികമായിട്ട് ചിലപ്പോൾ നേടും. ചിലപ്പോൾ അവർ വിചാരിച്ച ചില ലക്ഷ്യങ്ങളൊക്കെ നേടി മുന്നോട്ട് പോകും. ചിലപ്പോൾ ഒന്നും നേടാൻ പറ്റാതെ നിരാശയിൽ കഴിയുന്നതായിട്ടുള്ള അവസ്ഥ. മിഡിൽ ക്ലാസ് ആളുകളുടെ ഇടയിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ആളുകളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലകളിലാണോ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നതായിട്ടുള്ള കർമ്മം അവർക്ക് ആസ്വദിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? അവർക്ക് സൈക്കോളജിയിൽ ഞങ്ങൾ എപ്പോഴും പറയാറുള്ള ലൈഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ, ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള അവരുടെ സംതൃപ്തി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, അത് എത്രമാത്രം ഉണ്ട്? ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷം എത്രമാത്രം ഉണ്ട്? ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ പാരഡോക്സ് ആയിട്ടുള്ള ഉത്തരങ്ങളാണ് കിട്ടുന്നത്. കാരണം ആധുനിക യുഗം, ഇങ്ങനെ വളർന്നു വരുന്ന മോഡേൺ എറ എന്നൊക്കെ പറയുന്ന സമയത്ത്, വിവരത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഒക്കെ വിപ്ലവം നടക്കുന്നതായിട്ടുള്ള കാലഘട്ടം എന്നൊക്കെ പറയുന്ന സമയത്ത് ആളുകൾ അത്രയും പ്രബുദ്ധരായിരിക്കണം, ഹാപ്പി ആയിരിക്കണം, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിരിക്കണം, അറ്റ്ലീസ്റ്റ് അവർ ചെയ്യുന്ന കർമ്മമെങ്കിലും എൻജോയ് ചെയ്യാനായിട്ട് പറ്റണം എന്നൊക്കെയാണ് നമ്മൾ സാധാരണ വിചാരിക്കുന്നത്. പക്ഷേ ഇന്ന് ലോകത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ കോഴ്സുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ആളുകൾക്ക് യഥാർത്ഥത്തിൽ മറ്റുള്ളവരോട് പെരുമാറാനായിട്ട് അറിയാം, അല്ലെങ്കിൽ സ്വന്തം ലക്ഷ്യം കണ്ടെത്തിക്കൊണ്ട് സ്വന്തം കർമ്മം എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അത് വെച്ചുകൊണ്ട് ലോകത്തിന് കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് എത്രത്തോളം ആളുകൾക്ക് സാധിക്കുന്നുണ്ട്? വലിയ വലിയ സൗധങ്ങളുണ്ട്, വലിയ വലിയ വീടുകളും കെട്ടിടങ്ങളും ഉണ്ട്. പക്ഷേ കുടുംബങ്ങളുടെ അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളുണ്ടായിരുന്നു. ഇന്ന് അണുകുടുംബത്തിലുള്ള ആളുകൾക്ക് പോലും പരസ്പരം യോജിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾക്കറിയാം, പണ്ടുള്ള ആളുകൾ കൂട്ടുകുടുംബങ്ങളിലൊക്കെ വളർന്നു വന്നവർക്ക് പരസ്പര സഹകരണവും അതുപോലെ തന്നെ അവർക്ക് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന, ഏത് രീതിയിലുള്ള സാഹചര്യങ്ങളിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പക്ഷേ ഇന്ന് ഈ അണുകുടുംബങ്ങളിൽ വരുന്നതായിട്ടുള്ള കുട്ടികളുടെ അവസ്ഥ നോക്കുന്ന സമയത്ത് ചെറുതായിട്ടുള്ള വിഷയങ്ങൾക്ക് പോലും അവർ വലിയ പരിണിത ഫലങ്ങളാണ് സൃഷ്ടിച്ചു വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് നമ്മളെ തന്നെ ആധുനികരെന്ന് വിളിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പോൾ ആധുനികത എന്ന് പറയുമ്പോൾ പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു ബുദ്ധിജീവി ആയിക്കൊണ്ട് കുറേ നിരീശ്വരവാദം പറയുന്നു, അല്ലെങ്കിൽ കുറേ യുക്തിവാദം പറയുന്നു, ഇതാണ് വലിയ കാര്യമെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണ്, ആധുനികത എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബോധത്തിന് ഇതുപോലെ ചുരുക്കം അല്ലെങ്കിൽ ഒരു ഡിമിനിഷ് ആയിട്ടുള്ള അവസ്ഥയല്ല ഉണ്ടാകേണ്ടത്. നമ്മുടെ ബോധമണ്ഡലത്തിന് വികാസമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. നമ്മുടെ ബ്രെയിൻ സൃഷ്ടിക്കുന്ന ഒരു എൻവയോൺമെൻ്റ് ആണോ നമ്മുടെ മനസ്സ്, അതോ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു റിസീവിങ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു റിസീവിങ് സിസ്റ്റം ആണോ? അങ്ങനെയുള്ളൊരു ചോദ്യം കൂടെ ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ സോൾ ലെവലിലേക്ക് എത്ര പേര് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ പല ആളുകളും മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഞാൻ കണ്ടിടത്തോളം ഭൂരിഭാഗം മതവിശ്വാസികളുടെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർക്ക് അവരുടെ ഭൗതികമായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആഗ്രഹങ്ങളെ നേടാനായിട്ടുള്ള ഒരു ടൂള് പോലെയാണ് പല ആളുകളും മതത്തെ കാണുന്നത്, അല്ലെങ്കിൽ മതം കാണിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ദൈവത്തെ കാണുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളെ കാണുന്നത്. എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് അങ്ങനെ വേണം, എനിക്ക് ഇന്ന കോഴ്സ് കിട്ടണം, ഇന്ന വാഹനം മേടിക്കണം, ഫിനാൻഷ്യലി വിജയമുണ്ടാകണം. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ യാചിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ടുള്ള ഒരു ഇടം. അതുപോലെ തന്നെ ഒരുപാട് മാനസിക സമ്മർദ്ദം വരുമ്പം, വിഷമങ്ങൾ വരുന്ന സമയത്ത് അതൊക്കെ കൊണ്ട് ഇറക്കി വെക്കാൻ പറ്റിയ ഉചിതമായിട്ടുള്ളൊരു സ്ഥലമാണ് എന്ന് കരുതുന്ന ഒരു സ്ഥലം. അങ്ങനെയാണ് പല ആളുകളും ഇന്ന് മതത്തിനെ നോക്കിക്കാണുന്നത്. ഭൂരിഭാഗം വിശ്വാസികളും ഇങ്ങനെ പോകുന്ന സമയത്ത് വളരെ അപൂർവം ചിലർ, നമുക്കവരെ മതത്തിൻ്റെ ആളുകൾ എന്ന് വിളിക്കാൻ സാധിക്കില്ല. അവർ ചിലപ്പോൾ ഒരു പ്രീസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള മതവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവർ വളരെ ആത്മീയതയിൽ ഒരുപാട് ഉയർന്ന വ്യക്തിയാണ് എന്നുള്ളത്. സോ ഈ ആത്മീയതയിൽ ഉയരുക എന്ന് പറയുമ്പം ദേ ആർ സെൻസിബിൾ എന്നുള്ളതാണ്. അവർക്ക് വേറുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നു, അവർക്ക് വേറുള്ള ആൾക്കാരെ കേൾക്കാനായിട്ട് സാധിക്കുന്നു, അവരെ കേട്ടുകൊണ്ട് അവരെ കൊണ്ട് കഴിയുന്നതായിട്ടുള്ള പരിഹാരങ്ങൾ കൊടുക്കാനോ അല്ലെങ്കിൽ വഴികൾ പറഞ്ഞു കൊടുക്കാനായിട്ടോ സാധിക്കുന്നു. ഇങ്ങനെയുള്ളതായിട്ടുള്ള മറ്റുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ. ഇന്ന് പല ആളുകൾക്കും ടോളറൻസ് ഇല്ല. പക്ഷേ ഇൻടോളറേറ്റ് അല്ലാതെ ടോളറൻസോട് കൂടി മറ്റുള്ളവരോട് പെരുമാറാനായിട്ട് കഴിയുന്ന സമയത്ത് നമ്മൾ പറയും ആ വ്യക്തിക്ക് ബോധമണ്ഡല വികാസമുണ്ട് എന്നുള്ളത്.
ബോധമണ്ഡല വികാസം എന്ന് പറയുന്നത് പരിണാമത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നവയുഗ ആത്മീയതയിലേക്ക് വരുന്ന സമയത്ത്. ആൻഡ് ഈ എർത്ത് എന്ന് പറയുന്നത് ഒരു മോഡേൺ എറ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ന്യൂ എർത്ത് അല്ലെങ്കിൽ ഒരു ന്യൂ വേൾഡ് ഓർഡറിനാണ് നമ്മൾ അവൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു യുഗത്തിലാണ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ ഇൻ്റലിജൻസിൻ്റെ കാര്യം എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. AI ഉപയോഗിച്ചുകൊണ്ട് നമ്മളെല്ലാം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നു. നമ്മളുടെ ജോലി സ്ഥലത്ത് ചിലപ്പോൾ 10 പേരുള്ളത് ഇപ്പോൾ ഒരാളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടാവും. കാരണം ഇതൊക്കെ AIക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയാണ് എന്നുള്ളതാണ്. ആദ്യം ChatGPT വന്നു, അതിനുശേഷം ജെമിനൈ വന്നു, അതിനുശേഷം മാനുസ് വന്നു. അങ്ങനെ പല രീതിയിലുള്ള AI ആപ്ലിക്കേഷൻസുകളും ടൂൾസും ഈവൻ ഓട്ടോമേറ്റഡ് AI ഏജൻസ് വരെ വന്നു നിൽക്കുന്നൊരു കാലമാണ്. നമുക്കിപ്പോൾ ഒരു ബുക്ക് എഴുതണം, അല്ലെങ്കിൽ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കണം, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം, ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. എൻഡ് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ തരുന്ന ശക്തമായിട്ടുള്ള AI ഓട്ടോമേറ്റഡ് ഏജൻസും ടൂൾസും ഒക്കെ നമ്മുടെ മുന്നിൽ നിന്ന് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകക്രമത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ കൈവിട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മളത് മനസ്സിലാക്കുന്നില്ല പലപ്പോഴും. കാരണം നമ്മൾ മീഡിയ തരുന്നത് വിശ്വസിക്കുന്നു, പത്രങ്ങളിൽ കാണുന്നത് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്നുള്ള ലോകത്ത് നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അത് മാത്രം മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് നീങ്ങാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം ഉള്ളിലാണ് പ്രപഞ്ചത്തിലേക്കുള്ള വാതിൽ എന്നുള്ളതാണ്. ആ വാതിലിലൂടെ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ വിശാലതയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതൊരു ഭൗതികമായിട്ടുള്ള വ്യൂ പോയിന്റിനപ്പുറത്തേക്ക് ആത്മീയമായിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് ഇൻട്രോസ്പെക്റ്റ് ചെയ്യാനും നമ്മുടെ ഉള്ളിലെ വിശാലത, നമ്മുടെ ആത്മാവിൻ്റെ സ്വരം, അതിലൂടെ നമ്മുടെ കർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ? എനിക്ക് എന്നെ തന്നെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഈ ന്യൂ എർത്തിൽ സ്പിരിച്വൽ എവല്യൂഷൻ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിലുള്ള പുതിയ യുഗം എന്ന് പറയുന്നത്, ന്യൂ എർത്ത് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ് തന്നെയാണ്. ബോധമണ്ഡലത്തിൻ്റെ പരിണാമമാണ്. ശരീരത്തിനും മാറ്റങ്ങൾ സംഭവിക്കുന്നു, അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ചിന്ത, അവൻ്റെ ബോധം, ഇതിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് പോവുകയാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങളതിൻ്റെ ഒരു ഭാഗമാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. ന്യൂ എർത്ത് കോൺഷ്യസ്നെസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ മോഡേൺ എർത്ത് അല്ല, അല്ലെങ്കിൽ സയൻറ്റിഫിക് യുഗമല്ല, നമ്മൾ ന്യൂ എർത്ത് കോൺഷ്യസ്നെസ്, ഒരു ന്യൂ എറ ഓഫ് കോൺഷ്യസ്നെസ് ഓർ എൻലൈറ്റൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. വളരെ ബൃഹത്തായതും വ്യത്യസ്തമായതും യുണീക്കായിട്ടുള്ളതുമായിട്ടുള്ള ഒരു തോട്ടാണ് ഒരേ സമയം ഇത് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളൊരു കോൺഷ്യസ്നെസ്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പുറത്തേക്ക് നോക്കുന്നതായിട്ടുള്ള അവസ്ഥ, പുറത്തുനിന്ന് കിട്ടേണ്ടതായിട്ടുള്ള അവസ്ഥ, പുറത്തേക്ക് തുറന്നു വച്ചിരിക്കുന്ന കണ്ണുകൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ അടച്ചതിന് ശേഷം നമ്മുടെ മൂന്നാമത്തെ കണ്ണ് തുറന്നുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് തിരിയുകയാണ് എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ആദ്യ ലക്ഷണമെന്ന് പറയുന്നത്. പല ആളുകളും പുറം ലോകത്ത് നിന്ന് അപ്രൂവൽ തേടുന്ന സമയത്ത് മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുള്ളൂ. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ. അവരുടെ കർമ്മം അവർക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലുള്ള ആൾക്കാരല്ല. അതിനപ്പുറത്തേക്ക് എൻ്റെ ഉള്ളിലേക്ക് എനിക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? പുറത്തുനിന്നുള്ള ലോകത്തിൻ്റെ അപ്രൂവലിനപ്പുറത്തേക്ക് എൻ്റെ സെൽഫ് അപ്രൂവൽ, എൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി, അതിൻ്റെ ശക്തി, അതിൻ്റെ ആ ഒരു എന്താ പറയുക സെൽഫ് ഗ്രോത്ത്, അതിലേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? സെൽഫ് വാലിഡേഷനിലേക്കാണോ ഞാൻ പോകുന്നത്, അതോ ഔട്ട്സൈഡ് വേൾഡിലെ മറ്റുള്ള ആൾക്കാർ തരുന്ന വാലിഡേഷനിലേക്കാണോ ഞാൻ പോകുന്നത്? കാരണം നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമുക്ക് തന്നെയാണ്. കാരണം നമ്മുടെ ഉള്ളിലാണ് ഈ ആത്മാവ് എന്ന് പറയുന്ന ശക്തി ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും എസൻസ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ഊർജ്ജത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് നമ്മൾ ആത്മാവിനെ കാണുകയാണ് എന്നുള്ളതാണ്. അത് ശരീരത്തിൽ നിന്ന് പോയാൽ ഈ പറഞ്ഞതായിട്ടുള്ള ചക്രങ്ങളും ഓറയും ഒക്കെ ഇറങ്ങിപ്പോയി നമുക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള ശരീരത്തിൻ്റെ ആ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കാര്യം എന്നുള്ളതിനപ്പുറത്തേക്ക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി പോലും നമുക്ക് നിലവിൽ കാണാൻ പറ്റാത്തതായിട്ടുള്ള ഈ ബോധ അവസ്ഥ എന്ന് പറയുന്നത്, ആത്മാവടക്കമുള്ള കാര്യങ്ങൾ, അപ്പോൾ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ബോധപരിണാമം അല്ലെങ്കിൽ ന്യൂ എർത്ത് കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്തുള്ള ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ദ സെക്കൻഡ് തിങ് ഈസ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം. ഈ മത്സരം എന്ന് പറയുന്നതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഓർഡർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊരു കോർപ്പറേറ്റ് ഓർഡർ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു നിഗൂഢമായിട്ടുള്ളൊരു ശക്തികൾ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ലോകത്തിൻ്റെ ഒരു ഓർഡറാണ്. അതിനപ്പുറത്തേക്ക് ഒരു ഫ്രീ എർത്തിലേക്ക് വരുന്ന സമയത്ത് പരസ്പരം മത്സരമില്ല. കാരണം ഇവിടെ എപ്പോഴും അടിപിടി മത്സരമാണ്. ആരാണ് വലുത്, ആരാണ് കൂടുതൽ കഴിവുള്ളത്, ആർക്കാണ് കൂടുതൽ ബുദ്ധിയുള്ളത്. എന്തിനേറെ പറയുന്നു, നമ്മുടെ പരീക്ഷാ സമ്പ്രദായങ്ങൾ പോലും മത്സരത്തിൽ അധിഷ്ഠിതമാണ്. പക്ഷേ യുണീക്കായിട്ട് ഒരു വ്യക്തിയെ കണ്ടെത്തിയിട്ട്
അയാളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കഴിവ് എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് അതിനെ അഡ്രസ്സ് ചെയ്തിട്ട് അത് വെച്ചുകൊണ്ട് അയാൾക്ക് ലോകത്തിന് കോൺട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നതിന് പകരമായിട്ട് മറ്റുള്ളവരോട് മത്സരിച്ച് ജയിച്ചിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നതായിട്ടുള്ള അടിമപ്പണി നീ ചെയ്യണമെന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടാമത് വരുന്ന സമയത്ത് യു ആർ ലൂസിങ് ഇൻട്രസ്റ്റ് ഇൻ കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആരോടും കോമ്പീറ്റ് ചെയ്യേണ്ട. ഇനി അഥവാ നിങ്ങൾ ഡിഫെൻസീവ് ആയിട്ടുണ്ടെങ്കിൽ അത് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമായിരിക്കും. യു ഡോണ്ട് വാണ്ട് ടു കോമ്പീറ്റ് വിത്ത് എനി വൺ എൽസ് ഇൻ ദിസ് വേൾഡ് എന്നുള്ളതാണ്. ലോകത്തിലെ ആരുമായിട്ട് മത്സരത്തിൻ്റെ ആവശ്യമില്ല. സഹോദരി സഹോദരന്മാർ തമ്മിൽ മത്സരമില്ല, അല്ലെങ്കിൽ സഹപാഠികൾ തമ്മിൽ മത്സരമില്ല, സഹപ്രവർത്തകർ തമ്മിൽ മത്സരമില്ല. ഞാൻ ചെയ്യുന്നത് എൻ്റെ കർമ്മം എനിക്ക് ഏറ്റവും മികച്ചതായിട്ട് ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കും, അത് മറ്റവനേക്കാൾ മികച്ചതായിട്ടല്ല, എനിക്ക് ഇന്നലകളിലെ എന്നെക്കാളും മികച്ചതായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കോമ്പറ്റീഷൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് സെൽഫ് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുള്ളൊരു സങ്കല്പമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ആൻഡ് നിങ്ങൾ ന്യൂ എർത്ത് കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു ഭാഗത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ ഈ ഒരു സങ്കല്പവുമായിട്ട് യോജിക്കുന്നതായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പഴയ വിശ്വാസങ്ങളെയും സാമൂഹിക ചട്ടങ്ങളെയും ചോദ്യം ചെയ്യുമെന്നുള്ളതാണ്. അത് പഴമയെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ മുതിർന്നവരെ ധിക്കരിക്കുക, റിബലായിട്ട് നിൽക്കുക, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വിപ്ലവത്തിന് എപ്പോഴും രക്തത്തിൻ്റെ ഒരു അടയാളമുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുകയാണ്, വിപ്ലവമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് പരിണാമമാണ് അല്ലെങ്കിൽ മാറ്റമാണ് വേണ്ടത്. സോ നമ്മൾ പഴയതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ചേഞ്ച് നമ്മൾ സീക്ക് ചെയ്യുകയാണ്. സംടൈംസ് ഈ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ഇന്നെവിറ്റബിൾ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും മാറ്റേണ്ട സമയം പണ്ടേ കഴിഞ്ഞുപോയി. പക്ഷേ നമുക്കത് മാറ്റാനായിട്ട് സാധിക്കുന്നില്ല, നമ്മുടെ സൊസൈറ്റിക്ക് അത് മാറ്റാനായിട്ട് സാധിക്കുന്നില്ല. ബിക്കോസ് ഈ ബോധമണ്ഡലത്തിൽ വികാസം അല്ലെങ്കിൽ പരിണാമം സംഭവിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് അവരുടെ എനർജി മൂലാധാര ചക്രത്തിൽ ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. അവർക്ക് ഈ സ്ഥിരമായിട്ടുള്ള അവസ്ഥ, ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം അല്ലെങ്കിൽ ചേഞ്ച് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. സോ ദേ ആർ അണേബിൾ ടു ചേഞ്ച്. അവർക്ക് മാറാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ സിസ്റ്റം അതേപോലെ തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ വികാസം പ്രാപിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടത് നിർബന്ധമായിട്ട് വരികയാണ്. ആ സമയത്താണ് അവർ യാഥാസ്ഥിതികമായിട്ടുള്ള വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യുന്നത്. ആ വ്യവസ്ഥിതി നോ ലോങ്ങർ ഹെൽപ്ഫുൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമായിട്ട് അതിൻ്റെ കാലം കഴിഞ്ഞു പോയി, അത് ഔട്ട്ഡേറ്റഡ് ആയി എന്ന് വരുന്ന സമയത്ത് അവർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം. ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ ഒരു പരാമർശം നടത്തുന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായി. അതായത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് പല കോളേജുകളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ മാറ്റം വരണമെന്നുള്ളത് വളരെ വലിയൊരു സന്ദേശമാണ്. ഇന്ന് നമ്മൾ പല രീതിയിലുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയിക്കോട്ടെ, അല്ലാത്ത പരമ്പരാഗത രീതിയിലുള്ള കോഴ്സുകൾ നടത്തുന്നതായിട്ടുള്ള കോളേജുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പല കോഴ്സുകൾക്കും അത് പഠിക്കാനായിട്ട് ആളുകളെ കിട്ടാനില്ല. ബിക്കോസ് മനുഷ്യന്മാർക്ക് ബോധമണ്ഡലത്തിന് വികാസം പ്രാപിച്ചു. അതായത് ഇനി ഞാൻ 3 വർഷമോ 4 വർഷമോ നീണ്ടതായിട്ടുള്ള യൂസ്ലെസ് ആയിട്ടുള്ള ജോബ് കിട്ടാത്ത ഒരു ഡിഗ്രി പഠിക്കുന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അത് പഠിച്ചിട്ട് പിന്നെ PG പഠിച്ചിട്ട് പിന്നെ വീണ്ടും 4 വർഷം PhD കഴിഞ്ഞ് എൻ്റെ വർഷങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് എനിക്ക് സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിലുള്ള ഒരു പണി പഠിച്ചിട്ട് ഇറങ്ങുക. ഒരുപാട് തിയറീസ് പഠിക്കുന്നതിനപ്പുറത്തേക്ക് എന്നെക്കൊണ്ട് എനിക്ക് വേണ്ടത് എന്താണ്, എനിക്ക് എന്താണോ പഠിക്കേണ്ടത് അത് ഞാൻ പഠിച്ചിട്ട്, എനിക്കിഷ്ടമുള്ളത് ഞാൻ പഠിച്ചിട്ട് എനിക്കിഷ്ടമുള്ള മേഖലയിൽ ഞാൻ കർമ്മം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മനുഷ്യൻ, നമ്മൾ പോലും അറിയാതെ, അങ്ങനെ ചിന്തിക്കുന്നവർ പോലും അറിയുന്നില്ല. ഞാൻ പറയുകയാണ്, നിങ്ങൾക്കങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും ഈ ന്യൂ എർത്ത് കോൺഷ്യസ്നെസ്സിൻ്റെ അല്ലെങ്കിൽ ബോധപരിണാമത്തിൻ്റെ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തതായിട്ടുള്ള ഒരു ലക്ഷണം തന്നെയാണത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇന്ന് പല ആളുകൾക്കും മനുഷ്യന്മാരോട് ബന്ധമില്ല, പ്രകൃതിയോട് ബന്ധമില്ല, ഭൂമിയോട് ബന്ധമില്ല. ഞാൻ ചില സ്ഥലത്തൊക്കെ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ചോദിക്കാറുണ്ട് കുട്ടികളോട്, നിങ്ങളിൽ എത്ര പേര്, ഇപ്പോൾ ഈ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ എത്തിയ കുട്ടികൾക്ക് മുൻപ് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ട്, എത്ര പേര് നിങ്ങൾ മണ്ണിൽ ചെരുപ്പിടാതെ ചവിട്ടിയിട്ടുണ്ട്. ഈവൻ ഞാൻ ഡിഗ്രിക്കും PGക്കും പഠിപ്പിക്കാൻ പോയ സമയത്ത് അവിടുന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജനിച്ചതിൽ പിന്നെ ഒരു മരം പോലും നടാത്തതായിട്ടുള്ള കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറയുമ്പോൾ എത്ര വിരോധാഭാസമാണ്. അപ്പോൾ അവരുടെ പേരൻസ് ചിലപ്പോൾ ഒരുപാട് അധ്വാനിച്ച് മണ്ണിൽ പണിയെടുത്ത് ബുദ്ധിമുട്ടിയവരായിരിക്കാം, അല്ലാതിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിഫറൻറ്റ് കൾച്ചറിൽ നിന്ന് വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ തലമുറകളായിട്ട് സിറ്റീസിൽ മാത്രം ജീവിച്ച് ജോലി ചെയ്ത് അങ്ങനെ പോകുന്നത് പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനപ്പുറത്തേക്ക് എന്ത് തന്നെയാണെങ്കിലും മനുഷ്യന് പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? കെട്ടിടങ്ങളുമായിട്ട് മാത്രം കണക്ട് ചെയ്തിരിക്കുന്നു, AC മുറിയിൽ മാത്രം ഇരിക്കുന്നു, AC വാഹനത്തിൽ കൂടെ മാത്രം സഞ്ചരിക്കുന്നു, അതിനുശേഷം ഷൂസ് ഇട്ടുകൊണ്ട് നിലത്തേക്ക് ഇറങ്ങുന്നു, മണ്ണ്, ചെളി, പ്രകൃതി, വെള്ളം ഒന്നും സ്പർശിച്ചിട്ട് പോലുമില്ല, ഒരു ചെടി പോലും നട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ പറയുന്ന പ്രകൃതിയുമായിട്ട് കണക്ഷൻ ഉണ്ടാകണമെന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരുന്ന സമയത്ത്, അതായത് ഞാൻ മുറിയിലിരുന്ന് മടുത്തു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മടുത്തു, എനിക്ക് ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് പോകണം,
ഒരു ഫോറസ്റ്റിൽ പോയിട്ട് എനിക്ക് വിസിറ്റ് ചെയ്യണം, അവിടെയുള്ള പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കാണണം, അറ്റ്ലീസ്റ്റ് ഒരു കാഴ്ച ബംഗ്ലാവിലെങ്കിലും എനിക്ക് പോകണം എന്നുള്ള ഒരു ദാഹം നമ്മുടെ മനസ്സിന് ശക്തമായിട്ട് വരുന്നുണ്ട്. നമ്മൾ പ്രകൃതിയുമായിട്ട് അങ്ങനെ പതിയെ പതിയെ കണക്റ്റ് ആകുന്നുണ്ട്. റീകണക്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ബിക്കോസ് നമ്മൾ പ്രകൃതിയിൽ നിന്ന് വന്നു, എന്നിട്ട് നമ്മൾ പോലും അറിയാതെ നമുക്ക് ആ മദർ നേച്ചറുമായിട്ട്, സോഴ്സുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു. ദെൻ നമ്മളിപ്പോൾ ആ ഒരു റീകോള്, അമ്മ തിരിച്ചു വിളിക്കുന്നു എന്ന് പറയുന്നത് പോലെ പ്രകൃതി നമ്മളെ തിരിച്ചു വിളിക്കുന്നതായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു ഫീലിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളോടൊപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ അനദർ സൈനാണ് യു ആർ എ പാർട്ട് ഓഫ് ഗ്ലോബൽ കോൺഷ്യസ്നെസ് എവല്യൂഷൻ. ഭയം, പേടി, മറ്റുള്ളവരോടുള്ള വെറുപ്പ്, പ്രതികാര ബുദ്ധി, അമിതമായിട്ടുള്ള മത്സര ബുദ്ധി, ഹൈപ്പർ കോമ്പറ്റീഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി പ്രാപിക്കുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ബോധം ചുരുങ്ങുന്ന സമയത്താണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഇതെല്ലാം ലോവർ വൈബ്രേഷനിൽ പെട്ടതായിട്ടുള്ള അവസ്ഥകളാണ്. അപ്പം നമ്മുടെ മൂലാധാര ചക്രത്തിൽ ബ്ലോക്കായിട്ട് കിടക്കുന്നു എന്ന് മാത്രമല്ല, ആ ചക്രം അൺഹെൽത്തിയും കൂടിയാണെന്നുള്ള അവസ്ഥയിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ, കാമ, ക്രോധ, ലോഭമോഹ സൈന്യം നമ്മളെ ഭരിക്കുന്നത്. അപ്പം നമുക്ക് ആൻസൈറ്റി ഉണ്ടാകുന്നു, എല്ലാ കാര്യങ്ങളിലും പേടിയാണ്, ആകുലത ഉണ്ടാകുന്നു, ടെൻഷൻ ഉണ്ടാകുന്നു, കോപം ഉണ്ടാകുന്നു, വെറുപ്പുണ്ടാകുന്നു, വൈരാഗ്യം ഉണ്ടാകുന്നു, അമിതമായിട്ടുള്ള മത്സര ബുദ്ധി ഉണ്ടാകുന്നു. എൻ്റെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നിലനിൽപ്പിനെ കുറിച്ച് മാത്രം ഞാൻ ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ ലോവർ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ അത് ലോവർ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിൻ്റെ അവസ്ഥയാണ്, അവികസിതമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ബോധമില്ലാതാവുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ബോധത്തെ സീക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കിതിനെയൊക്കെ, കാമക്രോധ ലോഭമോഹ സൈന്യത്തിനെയൊക്കെ എനിക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ വീണ്ടും തടസ്സം വരാം, വീഴ്ച വരാം, ബട്ട് ഞാൻ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഐ വാണ്ട് ടു ബി എ ബെറ്റർ ഹ്യൂമൻ ബീയിങ്, ഒരു ബെറ്റർ സ്പിരിച്വൽ ബീയിങ് ആയിട്ട് എനിക്ക് മാറണം എന്നുള്ള റിയലൈസേഷനിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ന്യൂ എർത്ത് കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളതിൻ്റെ അടുത്തതായിട്ടുള്ള ലക്ഷണമാണ്. ജീവിതത്തിൽ യാദൃശ്ചികമായിട്ടുള്ള സംഭവങ്ങളിൽ പോലും നിങ്ങൾക്ക് അർത്ഥം കാണാനായിട്ട് സാധിക്കുന്നു. ഹൗ തിങ്സ് ആർ കണക്റ്റഡ്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയാസ്, തോട്ട്സ്, ഇതൊക്കെ എങ്ങനെയാണ് കണക്റ്റ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇതിനെയാണ് നമ്മൾ സിങ്ക്രോണിസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഈ സിങ്ക്രോണിസിറ്റി നമ്മുടെ ചുറ്റിനും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് പ്രപഞ്ചത്തിൻ്റെ സൈനായിട്ടാണ് ഞാൻ കാണുന്നത്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ബോധപൂർവമായിട്ട് അതിനെ നോക്കുകയല്ല, പക്ഷേ നമുക്ക് അത് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അത് വരുന്ന സമയത്ത് അത് കാണാനും റിയലൈസ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടോ? സിങ്ക്രോണിസിറ്റീസ് നമുക്ക് ഒരുപാട് കാണാനായിട്ട് സാധിക്കും നിങ്ങൾ ന്യൂ എർത്ത് കോൺഷ്യസ്നെസ്സിലേക്ക് ഗ്രോ ചെയ്ത് വരുന്ന സമയത്ത്. സമയം നോക്കുന്ന സമയത്ത് 11:11 അല്ലെങ്കിൽ 2:22, 4:44, പലതിൻ്റെ അർത്ഥം ഞാൻ മുൻപുള്ള ചില വീഡിയോകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊന്നും സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് ക്വസ്റ്റ്യൻസ് ഇല്ല, ബിക്കോസ് ഇറ്റ് ഈസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് സയൻസ് എന്നുള്ളതാണ്. അപ്പോൾ സിങ്ക്രോണിസിറ്റി, ദ ഒക്കറൻസ് ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ തിങ്സ് ടുഗദർ ദാറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ എ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ സംഭവിക്കുമ്പോൾ കാൾ ഗുസ്താവ് യൂങ്ങൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങൾ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാവുന്നതാണ്, വായിക്കാവുന്നതാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരും എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരുന്നൊരു പാട്ട്, നമ്മൾ വിചാരിച്ച ഒരാൾ ഫോൺ ചെയ്യുന്നു, ഒരാളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം അയാൾ നമ്മൾക്കെതിരെയോ അല്ലെങ്കിൽ അനുകൂലമായിട്ടോ എന്തോ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. അതൊക്കെ നമ്മൾ പിന്നീട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പല ചോദ്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടായിരിക്കും. ആ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം പ്രപഞ്ചം പതിയെ പതിയെ സമയാസമയത്ത് അൺഫോൾഡ് ചെയ്ത് തരുമ്പോൾ അത് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു അനുഭവങ്ങൾ, ഇതൊക്കെ ഈ സിങ്ക്രോണിസിറ്റി അത് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നതിൻ്റെ ലക്ഷണമാണ്. ഇതിലെല്ലാത്തിലും ഉപരിയായിട്ട് സ്വന്തം ബോധം ഉയർത്തുന്നതിനോടൊപ്പം തന്നെ യു ആർ ടീച്ചിങ് എന്നുള്ളതാണ്. ബിക്കോസ് ഈ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ മൂലാധാര ചക്രത്തിൽ നിന്ന് ഉയർന്ന് ഈ ഒരു ത്രോട്ട് ചക്രത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ടീച്ച് ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം ബിക്കോസ് ഇവിടെ അത് എനർജി എത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊരു ടീച്ചറാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഔട്ട് ഓഫ് യുവർ എക്സ്പീരിയൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ പല സ്പിരിച്വൽ ട്രഡീഷൻസിലേക്ക് പോകുന്ന സമയത്തും ദൈവാനുഭവം ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവനത് പ്രചരിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. ദൈവാനുഭവം ഇല്ലാത്ത വ്യക്തികളാണെന്ന് പലരും വചന പ്രഘോഷണത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുകയാണ്, യഥാർത്ഥത്തിൽ ദൈവാനുഭവം എന്ന് പറയുന്നതും ഈ ഫോഴ്സ്ഡായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന അവസ്ഥയും ആർട്ടിഫിഷ്യൽ മോട്ടിവേറ്റഡ് ആയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന അവസ്ഥയും ഡിഫറൻ്റ് ആണ്. യഥാർത്ഥത്തിലുള്ള ദൈവാനുഭവം ഉണ്ടാകുന്ന സമയത്ത് അവൻ ഇറങ്ങിത്തിരിക്കുന്നതിന് അവനൊരു മറ്റുള്ളവരെയൊക്കെ ഞാൻ ചിന്തിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണമെന്നല്ല അവൻ്റെ ഇൻറ്റൻഷൻ. അവൻ്റെ കാര്യങ്ങൾ, അവൻ്റെ അനുഭവം പറയുമ്പോൾ മറ്റുള്ളവർക്കും അത് സത്യമാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറലായിട്ട് അതിലേക്ക് അട്രാക്റ്റഡ് ആവുകയും അവരുടെ ഉള്ളിലും ഈ എനർജി ട്രാൻസ്മിഷൻ നടക്കുകയും ചെയ്യുകയാണ്. സിംബോളിക്കായിട്ട് ചില ഗുരുക്കന്മാരൊക്കെ ഇങ്ങനെ നെറ്റിയിൽ വിരൽ വെച്ചിട്ട് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അതൊക്കെ ഒരു ഫിസിക്കൽ സിംബോളിസമാണ്. ബട്ട് യഥാർത്ഥത്തിൽ
സംസാരം മതി, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത തന്നെ മതി മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരിലേക്കും നമ്മുടെ ഇത് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യം, അല്ലാതെ വേറെന്തെങ്കിലും രീതിയിലല്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ പറയുന്ന വചനപ്രഘോഷണം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എനർജിയുടെ പ്രഘോഷണം, അതിനുവേണ്ടിയുള്ള ഒരു എന്താ പറയുക, ഒരു ഇന്നർ ടെൻഡൻസി നമുക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അതും അടുത്തതായിട്ടുള്ള ന്യൂ എർത്ത് കോൺഷ്യസ്നെസ്സിലേക്ക് നിങ്ങൾ എത്തി എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. സോ ഈ അടയാളങ്ങളിൽ ഒരു 90-95% നിങ്ങളിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കും, കൂടുതൽ മനസ്സിലാക്കും, നിങ്ങളെ കൂടുതൽ ഇൻട്രോസ്പെക്റ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ഈ ആത്മീയ ലോകവും ഭൗതിക ലോകവും ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് കളക്റ്റീവായിട്ടുള്ള എൻലൈറ്റൻമെൻറ്റിൻ്റെ നെറ്റ്വർക്കിൻ്റെ ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും ഓരോരുത്തർക്കും സാധിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് പ്രപഞ്ചത്തിൻ്റെ ഈ മഹത്തായിട്ടുള്ള സന്ദേശം തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.